ദി സിംസൺസ് എന്നൊരു കാർട്ടൂൺ. ഈ കാർട്ടൂൺ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതായത് ഒരുപാടധികം മീമുകളും ഗിഫുകളും ഒക്കെ ഇതിനോടൊപ്പം തന്നെ ഒരുപാട് പോപ്പുലർ ആണ്. സംഭവം ഈ കാർട്ടൂൺ വേൾഡ് വൈഡ് ഫേമസ് ആണ്. എന്തുകൊണ്ടാണ് ഈ കാർട്ടൂൺ ഇത്ര ഫേമസ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ ഇത് പ്രഡിക്റ്റ് ചെയ്യും. അത്തരം പ്രഡിക്റ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഭാവിയിൽ പിന്നീട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും പോപ്പുലർ ആയത്. ഇതിന്റെ ഒരു മെയിൻ 2-3 പ്രഡിക്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റ് ആകുമെന്ന് ഇത് കുറെ വർഷങ്ങൾക്ക് മുൻപ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് ഇതിപ്പോ സ്മാർട്ട് വാച്ച് അല്ല, സ്മാർട്ട് വാച്ചുകൾ ഭാവിയിൽ കണ്ടുപിടിക്കും. നമുക്ക് ഇതേപോലെ തന്നെ വാച്ച് വഴി ഫോൺ വിളിക്കാം. ഇതൊക്കെ പണ്ട് 1995 തന്നെ സിംസൺസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ സ്മാർട്ട് വാച്ച് കണ്ടുപിടിച്ചത് 2014 അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് പോലും സ്മാർട്ട് വാച്ചുകൾ കണ്ടുപിടിക്കുമെന്ന് നേരത്തെ തന്നെ സിംസൺസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാർട്ടൂണിന്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് വോട്ടിംഗ് മെഷീൻ, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഫ്രോഡ് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മറ്റേ ഈ ബാലറ്റ് ബോക്സ് വെച്ച് വോട്ടിടുന്ന കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നു കഴിഞ്ഞാൽ അതിൽ ഫ്രോഡ് കാണിക്കുമെന്ന്. സെയിം അതേപോലെ തന്നെ നടന്നു. പിന്നെ എന്താണ് ഈ ഒരു കാർട്ടൂണിന്റെ കോൺസെപ്റ്റ്? അതായത് അമേരിക്കയിലെ ഒരു കുടുംബം, ആ കുടുംബത്തിൽ അച്ഛൻ, അമ്മ, 2 മക്കള്, അവർ സംസാരിക്കുന്ന കാര്യവും അതുപോലെ തന്നെ അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ ഒരു കാർട്ടൂണിന്റെ ഒരു പശ്ചാത്തലം. അതായത് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആ കാർട്ടൂണിൽ കാണിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ സിംസൺസ് ഇത്രയും കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യുന്നത്? വല്ല ചാത്തൻസേവയോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് അത്തരം കാര്യങ്ങളൊന്നുമല്ല. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഫുൾ ടൈം 24 ഹവേഴ്സ് അവരിങ്ങനെ കാര്യങ്ങൾ വാച്ച് ചെയ്യുകയാണ്. ഈ ലോകത്ത് എന്താണ് നടക്കാനുള്ളത്, എന്താണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നടക്കാൻ സാധ്യത, ഇതെല്ലാം അവർ കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കി അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അവർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നത്. ഇതൊരു ഒരു പാനൽ ഓഫ് ആൾക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചെഴുതുന്നത്. സപ്പോസ് ഇപ്പൊ നമുക്ക് തന്നെ ഒരു കാര്യം കാണുമ്പോഴോ കേൾക്കുമ്പോഴോ ഭാവിയിൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് നമ്മൾ കുറച്ചു പേർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നുക ഇത് ചിലപ്പം ഭാവിയിൽ ഇങ്ങനെ നടക്കുമായിരിക്കും എന്നുള്ളത്. അപ്പോ അത് തന്നെയാണ് അവരും ചെയ്തിട്ടുള്ളത്. പക്ഷെ അവർ ചെയ്യുന്നതെല്ലാം അവർ കുറച്ചുകൂടി എല്ലാം റിസർച്ച് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് കുറെയൊക്കെ ഇങ്ങനെ എല്ലാം ഓക്കെ ആവുന്നു. അതായത് കുറെയൊക്കെ സത്യമായിട്ട് മാറുന്നു. അതാണ് അതിന്റെ ഒരു കാര്യം. ഇനി നമുക്ക് 2014 എപ്പിസോഡുകളിൽ സിംസൺസ് കാർട്ടൂണിൽ പ്രെഡിക്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ഭാവിയിൽ നടക്കാൻ പോകുന്നു എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇത് എപ്പോഴാണ് നടക്കുന്നതെന്നോ എന്ന് നടക്കുന്നതെന്നോ ഒന്നും അതിൽ പറയുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകും ആ കാർട്ടൂണിൽ. അതാണ് ഇതിന്റെ ഒരു കാര്യം. നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് അത്തരം 15 പ്രഡിക്ഷൻസ്, അതായത് 2024 എപ്പിസോഡിൽ ഉണ്ടായിരുന്ന ഭാവിയിൽ നടക്കാൻ പോകുന്ന 15 പ്രഡിക്ഷൻസ്. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഇതിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് സിംസൺസിന്റെ 15 പ്രഡിക്ഷൻസ് നോക്കാം. ലെറ്റ്സ് ഗോ. ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം പാർത്ഥൻ രവി. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പ്രഡിക്ഷൻ, അതായത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രഡിക്ഷൻ ആണ്. ന്യൂക്ലിയർ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും നടുവിൽ ഒരു ന്യൂക്ലിയർ ആക്രമണം നടക്കും. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലും പാകിസ്ഥാന്റെ കയ്യിലും ന്യൂക്ലിയർ ബോംബുകളുണ്ട്. അപ്പോൾ ഇത് രണ്ടുപേരും ബോംബിട്ട് ഇവിടെ ഒരു വലിയ ന്യൂക്ലിയർ ബോംബ് ആക്രമണം നടക്കുമെന്നാണ് സിംസൺസ് പറയുന്നത്. എപ്പോൾ നടക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ 2 രാജ്യങ്ങളുടെ കയ്യിലും ന്യൂക്ലിയർ ബോംബുകളുണ്ട്. രണ്ടുപേരും തമ്മിലും ശത്രുതയുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം ഇതെപ്പോ നടക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഒരു വലിയ യുദ്ധം നടക്കുമെന്ന് തന്നെയാണ് സിംസൺസ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, AI ടെക്നോളജി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി കാരണം ഇന്ത്യയിൽ ഒരു വലിയ ജോബ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അതായത് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടും. ഇപ്പൊ നമുക്കറിയാം IT ഫീൽഡുകളിലൊക്കെ മെയിൻ ആയിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് കാര്യങ്ങളൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു AI ടെക്നോളജി കൊണ്ടുവന്ന് ഒരു കമ്പ്യൂട്ടർ 10 മനുഷ്യന്മാരിരുന്ന് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ എഫക്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കമ്പനികളും AI ടെക്നോളജി തന്നെ ആശ്രയിക്കും. അതായത് ഒരു കമ്പനിയിൽ ഇപ്പൊ 500 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 50 സ്റ്റാഫിന്റെ ആവശ്യമേ കാണുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? വിപ്രോ, ഇൻഫോസിസ് പോലെയുള്ള വലിയ വലിയ കമ്പനികളിൽ ജോലി സാധ്യത കുറയും, ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടും. ഇത് ചിലപ്പോൾ ഭാവിയിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഇനി പറയുന്നത്, നമ്മുടെ ഈ ഏലിയൻസ്, അതായത് ഭൂമിയിൽ ഏലിയൻസ് നമ്മുടെ ചുറ്റിലും കറങ്ങി നടക്കുന്നുണ്ട്. അതായത്
രൂപം മാറി നമ്മുടെ ചുറ്റിലും ഏലിയൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെയൊക്കെ മാമന്റെ മക്കളായിട്ടൊക്കെ ജനിക്കുന്നത് ഏലിയന്റെ ഒരു അംശമായിരിക്കാം. അങ്ങനെയൊക്കെയാണ് ഇത് പറയുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ ചില സിനിമയിൽ കാണും പോലെ നമ്മുടെ അപ്പുറത്തിരിക്കുന്നത് ഏലിയൻ ആയിരിക്കും, അവനിങ്ങനെ രൂപം മാറി വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇതൊക്കെ വിശ്വസിക്കാനും ആൾക്കാരുണ്ട്. ആൾക്കാർ പറയുന്നുണ്ട് സിംപ്സൺസ് പറയുന്നത് കറക്റ്റാണ്, ഏലിയൻസ് നമ്മുടെ ചുറ്റിലും കാണും. ഇനി നിങ്ങളുടെ കൂട്ടുകാരനെ കാണുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കണം, ഇവൻ ഏലിയനാണോ മനുഷ്യനാണോ എന്ന്. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. എത്ര എണ്ണം നിങ്ങൾ വിശ്വസിക്കുന്നുള്ളത് ഇതിന്റെ താഴെ തന്നെ കമന്റ് ചെയ്യണം, എല്ലാം കേട്ടതിന് ശേഷം മാത്രം. ഓക്കെ, നെക്സ്റ്റ് പ്രഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പറക്കും കാറുകൾ വരും. അതായത് ഇപ്പോൾ തന്നെ ഇലക്ട്രിക് കാറുകൾ വന്നു, ഇനി അടുത്ത് പറക്കും കാറുകൾ വരും. ഒരുപാട് പണക്കാരന്മാർ ആദ്യം അത് ഉപയോഗിച്ചു തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നീട് അത് സാധാരണ രീതിയിൽ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങും. ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ കാറിൽ പറന്നു പോകും. അതായത് പണക്കാരന്മാര് ഒരു പറക്കും കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ട്രാഫിക്കിലും പെടാതെ പോകാൻ പറ്റും. അതായത് ഇപ്പൊ ഒരു റോൾസ് റോയ്സ് കൊണ്ടിറങ്ങിയാലും ട്രാഫിക് ആണെങ്കിൽ ട്രാഫിക്കിൽ തന്നെ കിടക്കേണ്ടി വരും. പക്ഷെ പറക്കും കാറുകൾ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറന്നു പോവാം, എവിടെ വേണമെങ്കിലും ലാൻഡ് ചെയ്യാം. അങ്ങനെ ഒരു സംവിധാനം വരും എന്നാണ് ഇത് പറയുന്നത്. അതായത് സിംപ്സൺസ് പറയുന്നത് ഇതും ചിലപ്പോൾ നടക്കുമായിരിക്കാം, നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ടെക്നോളജിക്ക് അത്രയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ തന്നെ ടെസ്ലയൊക്കെ സെൽഫ് ഡ്രൈവിംഗ് കാറുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. നെക്സ്റ്റ് പ്രഡിക്ഷൻ, മനുഷ്യന്മാരും മാർസിൽ പോയി താമസിക്കും, അതായത് ചൊവ്വയിൽ പോയി താമസിക്കും. ഇതെനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് മനുഷ്യന്മാര് ചൊവ്വയിലൊക്കെ പോയി കോളനികളായിട്ട് താമസിക്കും എന്നുള്ളത്. ചൊവ്വയിലൊക്കെ പോയി താമസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോയി താമസിക്കില്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചൊവ്വയിലൊരു 10 സെന്റ് വസ്തു വാങ്ങിച്ച് അവിടെ പോയി വീടൊക്കെ വെച്ച് താമസിക്കാം. അവിടുത്തെ വീടായിരിക്കത്തില്ല, എന്തെങ്കിലും ഒരു പേടകം പോലത്തെ സ്ഥലത്തിലായിരിക്കും നമ്മൾ താമസിക്കാൻ പോകുന്നത്. അവിടേക്ക് ഇതുപോലത്തെ വീടിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു ഇരുമ്പ് പേടകമൊക്കെ മതിയായിരിക്കും. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ ഇല്ല എന്നുള്ളത് കമന്റ് ചെയ്യണേ. ഇനി പറയുന്നത് റോബോട്ട് മോസ്റ്റ് ഓഫ് ദി ജോബ്സ് ചെയ്യും. അതായത് നമ്മുടെ വീട്ടു ജോലി ആയാലും എന്ത് ജോലി ആയാലും അതിലെല്ലാത്തിലും റോബോട്ടുകൾ കൈയടക്കും. ഇതിന്റെ ഇടയ്ക്ക് ഒരു വാർത്ത വന്നില്ല, ഒരു റോബോട്ട് ജോലി ഭാരം കാരണം സൂയിസൈഡ് ചെയ്തെന്ന്. ഇതിൽ പറയുന്നത് റോബോട്ടുകൾ എല്ലാ ജോലികളും ഏറ്റെടുക്കും. അതായത് റോബോട്ടുകളായിരിക്കും കൂടുതലും ജോലികൾ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത പ്രഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പാട്ടുകൾ, അതായത് മ്യൂസിക്കുകൾ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അതായത് ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ഒരു പാട്ടെങ്കിലും, ആ പാട്ട് കേൾക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ മൈൻഡൊക്കെ മാറും. ഇത് കൂടുതലായിട്ടും രാഷ്ട്രീയക്കാരന്മാര് ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. അതായത് അവരുടെ പ്രചരണത്തിനൊക്കെ വേണ്ടി പാട്ടുകൾ ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോഴും പാട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ ഇലുമിനാറ്റി പാട്ടൊക്കെ ഇട്ട് കോൺഗ്രസിന്റെ വണ്ടി പോകുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതുപോലെ പാട്ടുകൾ ഉപയോഗിച്ചായിരിക്കും ഇനി മുതൽ പല പൊളിറ്റീഷ്യൻസും അവരുടെ ജാഥയും എല്ലാം കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഇനി മുതൽ ഹിപ്നോട്ടിസത്തിന് വരെ പാട്ടുകൾ ഉപയോഗിക്കും എന്നൊക്കെയാണ് സിംപ്സൺസിന്റെ പ്രഡിക്ഷൻ. ഇനി സിംപ്സൺസിന്റെ പല എപ്പിസോഡുകളിലും ഒരു ആപ്പിൾ വിഷൻ പ്രോ മാക്സ് പോലത്തെ ഒരു സാധനമൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അഡ്വാൻസ് ആയ ഒരു ടെക്നോളജി ആയിരിക്കും. ഇതെടുത്ത് കണ്ണിൽ വെക്കുമ്പോഴത്തേക്കാണ് അവർ കൂടുതൽ കാര്യങ്ങൾ കാണുന്നത് ആ ഒരു കാർട്ടൂണിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു, ഇപ്പൊ തന്നെ ഞാനൊരു റീല് കണ്ടതാണ്, ഒരു അമ്മയുടെ മകൾ മരിച്ചുപോയി. പക്ഷെ ഈ ഒരു സാധനം കണ്ണിൽ വെച്ചപ്പോൾ, ആപ്പിൾ വിഷൻ പ്രോ മാക്സ് പോലത്തെ ഒരു സാധനം കണ്ണിൽ വെച്ചപ്പോൾ ആ മകൾ ശരിക്കും മുമ്പിൽ നിൽക്കുന്ന പോലത്തെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഭാവിയിൽ ഇതേപോലത്തെ ടെക്നോളജികൾ വന്നിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുകയും, അതായത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി വരും, നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും റിയൽ ആണെന്ന് വെച്ച് കാണാൻ പറ്റുന്ന ഒരു സംഭവം അങ്ങനെയൊക്കെ വരുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ അത്തരം ഒരു സാധനം കണ്ണിൽ വെച്ച് എല്ലാ കാഴ്ചകളും കാണുന്നതായിട്ട് ആ കാർട്ടൂണിൽ കാണിക്കുന്നത്. ഇനി പറയുന്നത് ഏതോ ഒരു സിറ്റിയിൽ ഒരു ഡോം, അതിന് മുകളിൽ ആ സിറ്റി ഫുള്ള് കവർ ചെയ്ത് ഒരു ഡോം കൊണ്ടുവയ്ക്കും. ഇത് വയ്ക്കുന്നത് ഗവൺമെന്റ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. ഒരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു ഡോം ആയിരിക്കാം. ഇത്തരം ഒരു സീരീസ് ഒക്കെ ഉണ്ട്, ഒരു ഡോം ഒരു സിറ്റിയിൽ വീഴുന്ന ഒരു സീരീസ് ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ചോട്ടാ മിയാൻ ബഡേ മിയാൻ ഇതിലെ സിനിമ, പൃഥ്വിരാജൊക്കെ അഭിനയിച്ച ഒരു സിനിമ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കമന്റ് ചെയ്യട്ടോ. അപ്പോൾ ആ ഒരു സിനിമയിലും ഇതേപോലെ അവിടുത്തെ മിലിറ്ററി ചേർന്നിട്ട് ഒരു ഡോം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. എന്നാൽ ഈ ഡോം എപ്പോ കൊണ്ടുവയ്ക്കും, എത്ര ദിവസം കൊണ്ട് വയ്ക്കും എന്നൊന്നും ആ കാർട്ടൂണിൽ പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്ത് ഡോം കൊണ്ടുവയ്ക്കുന്നു, അതിലേക്ക് കുറച്ച് വെയിലൊക്കെ അടിക്കുന്നു, അങ്ങനത്തെ കാര്യമൊക്കെയാണ് കാണിക്കുന്നത്. ഇത് ചിലപ്പോ ഒരു സ്ഥലത്തിന് ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനാവാം, അല്ലെങ്കിൽ കൂടുതൽ ഗ്ലോബൽ വാർമിംഗ് ആവാം, അതൊക്കെ തടയാനാവാം. എന്താണെന്ന് ഇതുവരെ ഒരു വ്യക്തമായിട്ടില്ല. ഇനി പറയുന്നത് ദി റൈസ് ഓഫ് ഫാം ടു ടേബിൾ റെസ്റ്റോറന്റ്, അതായത്
ഇപ്പോ എങ്ങനെയാണ് ഒരു റെസ്റ്റോറന്റിലേക്ക് ഈ പച്ചക്കറികളൊക്കെ എത്തുന്നത്? കുറെ ബ്രോക്കേഴ്സ് വരികയാണ്. ബ്രോക്കേഴ്സ് ആണ് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഇനി അത് മാറാൻ പോകുന്നു എന്നാണ് സിംപ്സൺ പറയുന്നത്. അതായത് ഈ ഫാമുള്ളവർ തന്നെ ഹോട്ടൽ നടത്തും. ഹോട്ടലുള്ളവർക്ക് തന്നെ ഒരു ഫാം ഉണ്ടാവും. ഈ ഫാമിൽ നിന്ന് അവർ ഡയറക്റ്റ് ആയിട്ട് ഇനി ഫുഡ് കൊടുക്കും. ഇത് എനിക്ക് തോന്നുന്നു മിക്കവാറും അധികം വൈകാതെ തന്നെ നടക്കും. ഇപ്പൊ നമ്മൾ പല സ്ഥലത്തു നിന്ന് വിഷം ഉള്ള പച്ചക്കറിയാണ് വാങ്ങി കഴിക്കുന്നതും ഇത്തരം കടകളിൽ പോയാലും കിട്ടുന്നത്. പക്ഷെ ഇനി മുതൽ സർക്കാർ തന്നെ ഒരു തീരുമാനം കൊണ്ടുവരും. ഇതേപോലത്തെ ഹോട്ടൽ നടത്തുന്നവർക്ക് ഫാം തുടങ്ങാനുള്ള ഒരു സഹായമൊക്കെ ആയിട്ട് വരുമായിരിക്കും. അതെന്തായാലും നടക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമ്മൾ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് മാക്സിമം ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഈ ഒരു കാര്യം നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഹോട്ടലുകൾ തന്നെ ഫാമുകൾ തുടങ്ങും. ആ ഫാമുകളിലുള്ള വിഷമില്ലാത്ത പച്ചക്കറികൾ കൊണ്ട് തന്നെ അവർ ഫുഡ് ഉണ്ടാക്കി നമുക്ക് തരും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി 12ാമതായിട്ട് പറയുന്നത് സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വരും. ഇപ്പോൾ തന്നെ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വന്നിട്ടുണ്ട്. ടെസ്ലയൊക്കെ അമേരിക്കയിൽ സ്വന്തമായിട്ട് ഓടിക്കുന്ന കാറുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിയറിംഗിന്റെ അവിടെ ഒന്ന് ഇരുന്നാൽ മതി. ആ കാർ തന്നെ ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ കൊണ്ടുപോകും, എവിടെ വേണമെങ്കിലും വരും. ഇപ്പൊ നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കാർ കൊണ്ട് നിർത്തിയിട്ട് വേറെ എവിടെയെങ്കിലും നിൽക്കുവാണെങ്കിൽ കാർ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. അതെന്തോ കീ എന്തോ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ മതി. ഇത് അമേരിക്കയിലെ ടെസ്ല ഇപ്പൊ കൊണ്ടുവന്നൊരു സംഭവമാണ്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതെന്തായാലും ഇപ്പൊ ഉണ്ട്. അമേരിക്കയിൽ സെൽഫ് ഡ്രൈവിംഗ് കാർ ഇപ്പൊ ഉണ്ട്. ഇനി അടുത്ത് പറയുന്ന 13ാമത്തെ കാര്യം ജനറ്റിക് എഞ്ചിനീയർഡ് പെറ്റ്. അതായത് നമുക്കിപ്പം എങ്ങനത്തെ വളർത്തുമൃഗം വേണം, എങ്ങനത്തെ പെറ്റ് വേണമെന്ന് നമുക്ക് ഓരോ സെന്ററിൽ പോയി തീരുമാനിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയണം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെറ്റ് വേണം. അങ്ങനെയെങ്കിൽ അത് അങ്ങനത്തെ ജനറ്റിക്കലായിട്ട് അങ്ങനത്തെ പെറ്റ് നമുക്ക് അവർ ചെയ്തു തരും. അങ്ങനത്തെ ഒരു സംഭവം. എങ്ങനത്തെ വേണമെങ്കിലും നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്ത് ഒരു പെറ്റിന് നമുക്ക് ജനറ്റിക്കലായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഇനി 14ാമത്തെ കാര്യം ക്ലൈമറ്റ് കൺട്രോൾ. അതായത് നമുക്ക് ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മുടെ റൂം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനാണ് AC കൊണ്ട് നമുക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭാവിയിൽ ചിലപ്പോൾ മഴ കൺട്രോൾ ചെയ്യാനോ ഒരു പ്രദേശത്തെ ചൂട് കൺട്രോൾ ചെയ്യാനോ പറ്റുന്ന തരത്തിലുള്ള മെഷീനുകൾ ചിലപ്പോൾ കണ്ടുപിടിച്ചേക്കാം. ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധ്യത ഉണ്ട്. കാരണം ഒരുപാട് റിസർച്ചുകൾ ക്ലൈമറ്റിനെ കുറിച്ചൊക്കെ നടക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ AC വന്നതുപോലെ ഒരു പ്രദേശത്തെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ഒരു മെഷീൻ ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കും. നോ ഐഡിയ. ഇതൊക്കെ ഭാവിയിൽ നടക്കുമെങ്കിൽ നടക്കുമെന്ന് പറയാം. ഇനി പറയാൻ പോകുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രഡിക്ഷൻ ആണ്. അതായത് US ഹൈഡിങ് ഏലിയൻസ്. ഏലിയൻസ് എവിടെ ഉണ്ടെന്ന് അമേരിക്കക്കാർക്ക് അറിയാം. അതായത് നാസയ്ക്ക് അറിയാം. അവർ ഏലിയൻസിനെ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. നാസയും ഏലിയൻസുമായിട്ട് ബന്ധമുണ്ടോ എന്നും അറിയില്ല. ചിലപ്പോൾ ഉണ്ടാവാം. ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ സിഗ്നൽ കണ്ടുപിടിച്ച് കാണും. ചിലപ്പോൾ അവർ നമ്മുടെ ഭൂമി തന്നെ കണ്ടുപിടിച്ച് കാണും. ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ക്ലാരിറ്റി ഇല്ല. ഏലിയൻസ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഏലിയൻസ് ഉണ്ട്. നമ്മളെ പോലെ തന്നെ ജീവിക്കുന്ന വേറെ ഗ്രഹത്തിലുള്ള ആൾക്കാരുണ്ടാവും. അവർ നമ്മൾ ഏലിയൻസ് എന്ന് പറയുന്നു. അവരും ചിലപ്പോൾ നമ്മളെ ഏലിയൻസ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അറിയില്ല. എന്തായാലും ലാസ്റ്റ് പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് US ഹൈഡിങ് ഏലിയൻസ്. ഏലിയൻസിനെ US ഹൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു തവണയെങ്കിലും എനിക്കൊന്ന് ഒരു ഏലിയൻ ഒന്ന് കാണണം, ദേഹത്തിന് തൊടണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും നോക്കാം ഗായ്സ്. അപ്പോൾ ഇതൊക്കെയാണ് സിംപ്സൺസ് 2024 എപ്പിസോഡുകളിൽ പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങൾ. മെയിനായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങൾ. ഇതിന് 790 എപ്പിസോഡ് എങ്ങാണ്ടൊക്കെ ഉണ്ട്. അതിൽ പ്രെഡിക്റ്റ് ചെയ്തതിൽ ഏകദേശം കാര്യങ്ങളും ട്രൂ ആണ്. അതായത് ഏകദേശം കാര്യങ്ങളും പിന്നീട് നടന്നിട്ടുണ്ട്. പിന്നെ ഇവർക്ക് കുറെ പൊളിറ്റീഷ്യൻസായിട്ട് ബന്ധം കാണും. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടാണ് ഇവർ ഓരോ സ്ക്രിപ്റ്റുകൾ എഴുതി എപ്പിസോഡായിട്ട് ഇറക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും എല്ലാം ശരിയായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്കും ചിലതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, അതായത് ഒരു പറക്കും സ്കൂട്ടർ വരും എന്ന് പറയാം. അതായത് റോഡിൽ കൂടെ പോകുന്ന സ്കൂട്ടറിന് 2 ചിറകൊക്കെ വന്നിട്ട് അതിങ്ങനെ പറന്നു പോകുന്ന നമുക്കും പറയാം. അപ്പൊ അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തില്ലേ? ഭാവിയിൽ ചിലപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യം ഭാവിയിൽ നടന്നാൽ അപ്പോൾ നിങ്ങൾ പറയണം, ഇതേപോലെ പാർത്ഥൻ ടിവി എന്നൊരു യൂട്യൂബർ കണ്ട് പറഞ്ഞിട്ടുണ്ട് പറക്കും സ്കൂട്ടറൊക്കെ വരും. ഇതേപോലെ നിങ്ങൾക്കും പ്രെഡിക്റ്റ് ചെയ്യാം. നിങ്ങൾക്കുള്ള ഒരു ടാസ്ക് ആണ്. നിങ്ങളും എന്തെങ്കിലുമൊക്കെ പ്രെഡിക്റ്റ് ചെയ്യും, എന്നിട്ട് അത് കമന്റ് ബോക്സിൽ ഇടും. അപ്പൊ നമുക്ക് നോക്കാമല്ലോ എന്തൊക്കെയാണ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപ്സന്റെ പ്രെഡിക്ഷൻസ്. നിങ്ങൾക്ക് ഏതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്നുള്ളത് കമന്റ് ചെയ്യണം. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഒന്ന്, മാർസിൽ പോയി നമ്മൾ താമസിക്കും.
രണ്ടാമത്തേത് ഏലിയൻസിനെ US ഹൈഡ് ചെയ്യും. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ഞാൻ വരാം. ഓക്കെ, ബൈ.